കൂട്ടുകാരൻ്റെ കല്യാണ തിരക്കിൽ നിന്ന് അൽത്താഫ് മാമാനെ വിളിച്ചു വരുത്തിയതാട്ടോ വണ്ടി ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ ചെന്നപ്പം കുറച്ച് ലേറ്റായിരുന്നു. അൽത്താഫ് ഉണ്ടെങ്കിൽ സാറ് എപ്പോഴും ഹാപ്പിയാണ്. ആളുടെ ലൈഫിൽ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാട്ടോ അൽത്താഫ്. അവരുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അൽത്താഫ് ആണെങ്കിൽ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് ഫോണിൽ ബിസി. ഇവിടെ ഒരു വട്ടം നാരങ്ങ കളിയായിട്ട് അമ്പൂട്ടിയും സാറായും ഉണ്ടായിരുന്നു കേട്ടോ. സാറ കീ വാങ്ങാൻ നേരത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു എക്സ്ട്രാ ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. എന്തെങ്കിലും ഹാപ്പിനെസ് വരുമ്പോൾ നമ്മളെക്കാൾ എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ ഫ്രണ്ട്സിനായിരിക്കും. അതുകൊണ്ട് തന്നെ സാത്തും അമ്പൂട്ടിയും നേരത്തെ എത്തിയായിരുന്നു കേട്ടോ ഞങ്ങളെക്കാളും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് താറാന്ന് ഫിക്സ് ചെയ്ത് ആദ്യം വിളിക്കുന്നത് ജയേഷ് ബ്രോനെ ആയിരുന്നു. ജയേഷ് ബ്രോ ആണ് സൂര്യകിരൺ എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ്റെ നമ്പർ തന്നു. പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തന്നു. അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ അവരുടെ ഭാഗത്തുനിന്ന്. അപ്പം നമ്മൾ ചെറുതായിട്ടൊരു കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ എല്ലാവരും അത് കഴിച്ചു. സാത്തും മമ്മൂട്ടിയും പെട്ടെന്ന് പോയായിരുന്നു. കളറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് 3 പേർക്കും ഒരേ അഭിപ്രായമായിരുന്നു കേട്ടോ. ബ്ലാക്ക് മതി എന്നുള്ളത്. കാരണം സാറാൻ്റെ ഫേവറേറ്റ് കളറും ബ്ലാക്കാണ്. ആളതുകൊണ്ടാണ് ചൂസ് ചെയ്തത്. പതിയെ അതിൻ്റെ അകത്തൊന്ന് കയറ്റിയിരുത്തിയതാ. പിന്നെ അതിന്ന് ഇറങ്ങാൻ എന്ത് ചെയ്തിട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇക്കാക്ക പൊക്കിയെടുത്ത് താഴേക്ക് വെച്ചു. ആൾ ചെറുതായിട്ടൊന്ന് ചിണുങ്ങിയെങ്കിലും പിന്നെ ഓക്കെ ആയിട്ടോ. വീട്ടിൽ കൊണ്ടുപോയിട്ട് കയറ്റാമെന്ന് പറഞ്ഞപ്പം ഓക്കെ ആയി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് ചെറിയൊരു ഡ്രൈവ് പോയായിരുന്നു. കാരണം പിറ്റേ ദിവസം അൽത്താഫിന് ഫ്രണ്ടിൻ്റെ കല്യാണം ഉള്ളതുകൊണ്ട് പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അവൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂല്ലോ. അപ്പോൾ അവനെയും കൊണ്ട് ഒരു ചെറിയ ഡ്രൈവ് പോയി. ഒരു നൈറ്റ് ഡ്രൈവ് എപ്പോഴും ഞങ്ങൾക്കൊരു ക്രേസാട്ടോ. നൈറ്റ് ഡ്രൈവ് പോവുക, പുറത്തുനിന്ന് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കുക, അത് ഒരു അടിപൊളി വൈബാണ്. അങ്ങനെ കോതമംഗലം വരെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് അവിടെ നിന്നൊരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് തന്നായിരുന്നു മഹീന്ദ്രയുടെ. അപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആകാംക്ഷ. അങ്ങനെ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി. അതിനകത്ത് ഉണ്ടായിരുന്നത് 3 ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. ഒരു കോഫി മഗ് ഉണ്ടായിരുന്നു മഹീന്ദ്രയുടെ തന്നെ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കീ ചെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ അവരുടെ എംബ്ലമൊക്കെ വെച്ചിട്ടൊരു കീ ചെയിൻ, പിന്നെ ഒരു കോഫി മഗ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലോത്ത് ഉണ്ടായിരുന്നു. അത് എന്തോ ഒരു പേര് അൽത്താഫ് പറഞ്ഞു, അത് ഞാൻ മറന്നുപോയി. പിന്നെ അതിൻ്റെ കൂടെ RC ബുക്കൊക്കെ വയ്ക്കുന്ന ഒരു ഹോൾഡർ ഉണ്ടായിരുന്നു. അത്രയും സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം പൊട്ടിച്ച് കണ്ട് സന്തോഷമായി. അതുപോലെ തന്നെ അടച്ചെടുത്തു വെച്ചു. പിറ്റേ ദിവസം ഒരു ഡ്രൈവ് പോകാനുള്ള സന്തോഷത്തിലായിരുന്നു. ഞങ്ങൾ 3 പേരും മാത്രമേ ഉണ്ടായുള്ളൂ. അൽത്താഫ് ഓൾറെഡി വീട്ടിൽ പോയായിരുന്നു, കല്യാണം ഉള്ളതുകൊണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് തട്ടേക്കാട് വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഡ്രൈവ് പോകാൻ ഭയങ്കര കംഫർട്ടായിരുന്നു ഞങ്ങൾക്ക്. കുറച്ച് നേരം ഞങ്ങൾ ഫ്രണ്ടിലും കുറച്ച് നേരം ബാക്കിലൊക്കെ ഇരുന്നിട്ട് മഴ പെയ്ത ഒരു അന്തരീക്ഷം കാരണം നല്ല രസമുണ്ടായിരുന്നു.